മാനവസമ്മാനിതനേ മാനവസമ്മാനിതനേ മാനനീയരൂപനേ മമ ജീവനേ മഹേശനേ സ്തോത്രം ശ്രീമനുവേലനേ മമ ജീവനേ മഹേശനേ സ്തോത്രം ശ്രീമനുവേലനേ മമ ജീവനേ മഹേശനേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സാബു ടി പോൾ വെട്ടിയാർ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ പ്രഭാത സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഭൂമിയിൽ ഒരു മനോഹരമായ ദിവസം കൂടെ അനുവദിച്ചു നൽകിയ ആത്മനാഥന് നമുക്ക് ഒന്നിച്ച് നന്ദി കരേറ്റാം. ഈ പ്രഭാതത്തിൽ ആരാധനാത്മകമായ ഈ ധന്യ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും 148 സങ്കീർത്തനം അതിൻ്റെ 13 വേദഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു. അവിടുന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ, അവിടുത്തെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവിടുത്തെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വായിച്ച വേദഭാഗത്തിലൂടെ ആരാധനയുടെ അതീവ പ്രാധാന്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ ആരാധനയുടെ സവിശേഷത എന്താണെന്ന് നമുക്ക് ഒരു നിമിഷം മനസ്സിലാക്കാം. ഇത് ഉന്നതമായ ആരാധനയാണ്. ഈ ആരാധന ഇത് സർവപ്രധാനമായ ആരാധനയാണ്. ഈ ആരാധന ഇത് ശ്രേഷ്ഠമായ ആരാധനയാണ്. ഈ ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ആരാധനയാണ്. ഏതെല്ലാം നിലകളിലാണ് അവിടുത്തെ നാമം സ്തുതിക്കപ്പെടേണ്ടത്? അവിടെ നമുക്ക് ഒന്നാമതായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിക്കണം. 148 സങ്കീർത്തനം 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്: ദൂതന്മാർ, പ്രകാശമുള്ള നക്ഷത്രങ്ങൾ, ആകാശം, സ്വർഗാതിസ്വർഗം, മീതെയുള്ള വെള്ളം, ഇവയെല്ലാം കർത്താവിനെ ആരാധിക്കണമെന്ന് അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ കർത്താവ് സ്തുതിക്കപ്പെടുവാൻ ഒരു കാരണം ഇതാണ്. വാക്യം 5 വായിക്കുമ്പോൾ, അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ യഹോവയെ സ്തുതിക്കണം, അവിടുത്തെ നാമത്തിന് മഹത്വം കരയേറ്റണമെന്ന് അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കർത്താവിനെ സ്തുതിക്കപ്പെടേണ്ടതിന്റെ രണ്ടാമത്തെ കാര്യം, ഏത് നിലയിലാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത് എന്ന് 148 സങ്കീർത്തനം 7 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. രണ്ടാമതായി, ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കണം. അവിടെ നാം വായിക്കുമ്പോൾ, തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. ഭൂമിയിലെ രാജാക്കന്മാർ, മാനവകുലം മുഴുവനും, ജീവജാലങ്ങൾ, മൃഗജാലങ്ങൾ, ഇവയെല്ലാം കർത്താവിനെ സ്തുതിക്കണമെന്നാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. ഇത് രണ്ടാമത്തെ സവിശേഷതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? നാം തിരുവഴുത്തിൽ വായിക്കുന്നത് 13 വാക്യം, അവിടുത്തെ നാമം ഭൂമിക്കും ആകാശത്തിനും മീതെ ഉയർന്നിരിക്കുന്ന നാമമാണ്, അതുകൊണ്ട് അവിടുന്ന് ശ്രേഷ്ഠമായ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് തിരുവഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ഈ കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടുവാനുള്ള മൂന്നാമത്തെ കാരണം എന്താണ്? വിശേഷത എന്താണ്? അതിന്റെ സവിശേഷത എന്താണെന്ന് 148 സങ്കീർത്തനം 14 വാക്യം, അതിന്റെ വിശേഷതയെ മൂന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തന്റെ ഭക്തന്മാർ യഹോവയെ സ്തുതിക്കണം. തന്റെ ഭക്തന്മാർ യഹോവയെ സ്തുതിക്കണം.
പ്രിയമുള്ളവരെ, തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവിടുന്ന് സ്വജനത്തിൽ ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു എന്ന് 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദൈവം സ്തുതിക്കപ്പെടുവാനുള്ള കാരണമായിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ജനത്തെ അവിടുന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്വജനത്തിന് വേണ്ടി താൻ ഒരു കൊമ്പുയർത്തി അവരെ രക്ഷിച്ചു, അവരെ വീണ്ടെടുത്തു എന്ന് 14-ാം വാക്യം നമ്മെ ഓർപ്പിക്കുമ്പോൾ ഈ ആരാധനയുടെ 3-ാമത്തെ സവിശേഷത എന്താണെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം ഈ ധ്യാനചിന്തയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. സ്വജനത്തിന് വേണ്ടി താൻ ഉയർത്തിയ കൊമ്പ് മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഗോൽഗോഥ മലമുകളിൽ ദൈവസ്നേഹത്താൽ ഉയർത്തപ്പെട്ട തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പാപത്തിൽ ആണ്ടുപോയ മാനവരാശിയെ പാപത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് അവരെ പാപത്തെ വിമോചിച്ച് ശുദ്ധീകരിച്ച് നീതിമാന്മാരാക്കി തീർത്ത് തന്നോടൊപ്പം ഇരുത്താൻ, സ്വർഗത്തിലിരുത്തുവാൻ കർത്താവിന് പ്രസാദമായി. ദൈവത്തിന്റെ പൊന്നോമന പുത്രനെ അയച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയാണ് യേശു ക്രിസ്തു. നമുക്ക് ധൈര്യത്തോടെ അവിടുത്തെ സന്നിധാനത്തിൽ അടച്ചില്ല. ഏറ്റവും സ്തുത്യർഹമായ ആരാധന നമുക്ക് കരയറ്റാം. യേശു ക്രിസ്തുവിലൂടെ എന്നെ വീണ്ടെടുത്തല്ലോ, എന്നെ രക്ഷിച്ചല്ലോ, അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ എൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നല്ലോ എന്ന് പറഞ്ഞ് ഏറ്റവും എളിമപ്പെട്ട് ഹൃദയം സമ്പൂർണമായ കർത്തൃകരങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹീതമായ ഒരു ആരാധന കരയേറ്റുവാൻ സർവോലഭനായ കർത്താവ് ഈ പ്രഭാതത്തിലും ഈ ധന്യമായ നിമിഷത്തോട് കാരണമാക്കി തീർക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.